വിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റ് വൈകിപ്പിക്കാൻ ബിജെപി നേതാവ് പി.സി. ജോർജിന്റെ ശ്രമം. ആരോഗ്യപരമായ കാരണത്താലും സ്ഥലത്തില്ലാത്തതിനാലും ഹാജരാകാൻ സാവകാശം വേണമെന്ന് പി.സി. ജോർജ്. തിങ്കളാഴ്ച ഹാജരാകാമെന്നും പി.സി. ജോർജ് അറിയിച്ചു. പി.സി. ജോർജ് പോലീസിന് നൽകിയ കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് മകൻ ഷോൺ ജോർജ് പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കോളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി എന്നവർ പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കത്തിന് കോപ്പിയാണ്. സുപ്രീം കോടതിയിലേക്ക് വല്ലതും സമീപിക്കുന്നുണ്ടോ? പല അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമൻറ്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, എല്ലാ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആ കമൻറ്റുകളെ സംബന്ധിച്ച് അത് സെറ്റ് സൈഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കമൻറ്റുകളുണ്ട്. അതിപ്പോൾ അതും എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ കണ്ടന്റ് എന്താണ്? ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇന്നും ഇന്നലും തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? പാലക്കാട് ഇത് സംഭവിച്ചു, ഇതിനു മുമ്പ് സംഭവിച്ച പൂഞ്ഞാറിലാണ്, ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ്. അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി.സി. ജോർജ് തുടരുക തന്നെ ചെയ്യും. അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച ഭാഷ തെറ്റായിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. പിന്നെ നിയമത്തെ നിയമപരമായി നേരിടും. പിന്നെ കോടതിയുടെ കമൻറ്റുകളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കും. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരും. സിജോ, പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തന്നെ കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. പി.സി. ജോർജ് എവിടെ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. അമൃത, ആ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പി.സി. ജോർജിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടാക്കും എന്ന തരത്തിലുള്ള ഒരു നിലപാടുകളായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് പി.സി. ജോർജിന് തിങ്കളാഴ്ചയാണ് ഹാജരാകാൻ സാധിക്കുകയുള്ളൂ എന്ന് കാട്ടി കത്ത് നൽകിയിരിക്കുന്നത്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായ ചില കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തിങ്കളാഴ്ച ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാകാം എന്ന് കാണിച്ച് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ധൃതി പിടിച്ചൊരു അറസ്റ്റിലേക്ക് പോലീസ് കടക്കും എന്ന് കരുതുന്നില്ല. തിങ്കളാഴ്ച വരെ കാക്കാനാണ് സാധ്യത. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 വട്ടം പോലീസ് പൂഞ്ഞാറിലെ പി.സി. ജോർജിൻ്റെ വസതിയിൽ എത്തിയിരുന്നു. 2 വട്ടം അവിടെ ചെന്നത് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് എത്തിയത്. പക്ഷേ അവിടെ ഇല്ല എന്ന് അറിയിച്ചതുകൊണ്ട് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീടാണ് ഈ കത്തൊക്കെ നൽകിയത്. എന്തായാലും ഇപ്പോഴും ആൾ എവിടെ എന്നുള്ളൊരു ചോദ്യം അതങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. എന്തായാലും അതിനുശേഷമാണ് ഈ ഷോൺ ജോർജ് നിലപാടുമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് പി.സി. ജോർജിനെ പോലുള്ള ഒരാൾ ഓടി ഒളിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതുമാത്രമുള്ള ഒരു തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി തോന്നുന്നില്ല. ഏതെങ്കിലും ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിറ്റേന്ന് തന്നെ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഈരാറ്റുപേട്ടയിൽ കാണുന്നതെല്ലാം അത് പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. പി.സി. ജോർജ് ഏറെ സ്നേഹിച്ച ഒരു നാടാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിലുള്ള ജനത ഒരു തെറ്റിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ അത് വിമർശിക്കുക മാത്രമാണ് പി.സി. ജോർജ് ചെയ്തിട്ടുള്ളത്. മുമ്പും അത്തരം രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ പി.സി. ജോർജ് നടത്തിയിട്ടുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ ഇപ്പോഴും ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും അദ്ദേഹം എതിർപ്പ് പറയുന്നില്ല. അത്തരം തീവ്രവാദ നിലപാടുള്ള സംഘടനകൾക്കെതിരെ വീണ്ടും നിലകൊള്ളും എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തോൽവി പോലും ഉണ്ടായിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ആ ഈരാറ്റുപേട്ടയിലുള്ള എല്ലാ ആളുകളും തീവ്രവാദികളാണ് എന്നുള്ളൊരു നിലപാടൊന്നും പി.സി. ജോർജിനില്ല. അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയുകയും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരാമർശം ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ഷമാപണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയ്ക്ക് മുമ്പായി ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളൊരു വാക്കുകൂടി ഷോൺ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും തീവ്രവാദ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്ന ചില സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തീവ്രവാദ സംഘടനകൾ എന്നല്ലാതെ KCYM എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വാക്കുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടിയുമായി കൂടി ആലോചിച്ച് അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SDPI രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നലെ PDPയും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പോലീസ് സന്നാഹത്തെയും ഈരാറ്റുപേട്ടയിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക. അമൃത.